ഹലോ ട്രേഡേഴ്സ്, മറ്റൊരു എഡ്യൂക്കേഷൻ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ ട്രേഡേഴ്സ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ലോസ് ഉണ്ടാക്കുന്ന ട്രേഡേഴ്സ് ഒക്കെ നമ്മൾ ചിലപ്പം നമ്മൾ അറിയാതെ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യത്തെ പറ്റി അറിയാത്തത് കൊണ്ട് നമ്മൾ വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് കൊണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റാതെ നമ്മുടെ ക്യാപിറ്റൽ വൈപ്പ് ഔട്ടായി പോകുന്ന ഒരു പ്രശ്നത്തെ പറ്റി സംസാരിക്കാനാണ്. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഇപ്പം തുടക്കത്തിൽ ട്രേഡേഴ്സ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ലോസ് മേക്കിംഗ് ട്രേഡേഴ്സ് ആണെങ്കിലും എല്ലാവർക്കും ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് ആർക്കും ലോസ് വരത്തില്ല. ഇപ്പം ഇടയ്ക്ക് നമുക്ക് പ്രോഫിറ്റും കിട്ടും. പക്ഷെ നമുക്ക് പ്രോഫിറ്റ് കിട്ടുമ്പോഴും നമുക്കുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മുടെ ഡിപ്ലോയിഡ് ക്യാപിറ്റലിന്റെ ഒരു പെർസെൻറ്റേജ് ആയിട്ടല്ല നമ്മൾ പ്രോഫിറ്റിനെ കണക്കാക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക്. അപ്പം ഇതിനെപ്പറ്റി അറിയാൻ മേലത് കൊണ്ടാണ്. അതായത് നമ്മളെപ്പോഴും നമ്മുടെ ക്യാപിറ്റൽ നമ്മളൊരു ട്രേഡിങ്ങിന് ഇരിക്കുമ്പോഴത്തേന് നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റൽ എമൗണ്ട് എത്രയാണെന്നുള്ളത് ഇതിനെപ്പറ്റി നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണ വേണം. അപ്പം നമുക്ക് അന്നത്തെ ദിവസം കിട്ടുന്ന പ്രോഫിറ്റ് നമ്മൾ ഡിപ്ലോയ് ചെയ്തിരിക്കുന്ന ക്യാപിറ്റലിന്റെ എത്ര ശതമാനമാണെന്നുള്ളത് നമ്മൾ കണക്കാക്കിയില്ല എങ്കിൽ, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു ധാരണ ഇല്ലെങ്കിൽ നമുക്ക് ആ കിട്ടുന്ന പ്രോഫിറ്റ് നമുക്ക് പോരെന്ന് തോന്നത്തില്ല. പലപ്പോഴും നമ്മൾ ഈ എമൗണ്ട് ആയിട്ട്, അതായത് നമുക്ക് കിട്ടുന്ന ഒരു പ്രോഫിറ്റ് നമ്മൾ ജസ്റ്റ് ഒരു ഫിക്സഡ് എമൗണ്ട് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോഴത്തേനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ കിട്ടുന്ന പ്രോഫിറ്റ് നമുക്ക് പോരാ. അപ്പൊ അതുകൊണ്ട് തന്നെ എടുക്കും നമ്മൾ ആ പ്രോഫിറ്റ് ആയി കഴിഞ്ഞാൽ പോലും നമ്മുടെ പൊസിഷൻസ് എക്സിറ്റ് ചെയ്ത് മാറത്തില്ല. നമ്മൾ വെച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം ഒരു ഓപ്ഷൻ ബയറെ സംബന്ധിച്ച് നമുക്കറിയാം, തീറ്റ ഡിക്ക് നമുക്കെതിരെയാണ്. നമ്മുടെ പ്രോഫിറ്റിൽ ഉണ്ടായിരുന്ന പൊസിഷൻസ് എല്ലാം ലോസിലോട്ടായി പോകും. അതുകൊണ്ട് നമ്മുടെ ക്യാപിറ്റലിന്റെ ഒരു ഇത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വെയിറ്റ് ചെയ്യരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇത് വീണ്ടും പ്രോഫിറ്റ് കയറുമായിരിക്കും, അല്ലെങ്കിൽ മാർക്കറ്റ് ഇനി മൂവ് ചെയ്യായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ഹോൾഡ് ചെയ്യും. പലപ്പോഴും നമുക്ക് അവസാനം ആ ട്രേഡ് ചിലപ്പോൾ നമുക്ക് ലോസിലായിരിക്കും നമ്മൾ എൻഡ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഓരോ തവണ ഇതിങ്ങനെ ആവർത്തിക്കുമ്പോഴത്തേനും നമ്മുടെ ക്യാപിറ്റൽ വൈപ്പ് ഔട്ട് ആവുമെന്നുള്ളല്ലാതെ നമ്മുടെ ക്യാപിറ്റലിനകത്ത് ഒരിക്കലും ഒരു ഇൻക്രീസ് വരുന്നില്ല. അപ്പം ഈ ഒരു കാര്യമാണ് ഞാനിപ്പം ഈ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട്, ഞാനിപ്പം ഒരു ട്രേഡർ, അയാൾ ഡേ വണ്ണിൽ അയാളുടെ കയ്യിലുള്ള ക്യാപിറ്റൽ 10,000 രൂപയാണെന്ന് വിചാരിക്കുക. അപ്പം അയാൾ ഒറ്റ ലോട്ട് വെച്ച് ചെയ്യുന്നു. അയാൾക്ക് ഒരു ട്രേഡിൽ 500 രൂപ പ്രോഫിറ്റ് കിട്ടി. നിങ്ങൾ ഓർക്കണം, ഈ 500 രൂപ പെർ ഡേ ആണ് നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പം അത് 10,000 രൂപ ക്യാപിറ്റലില് 500 രൂപ എന്ന് പറയുമ്പോഴത്തേനും അത് 5% റിട്ടേൺ ആണ് ഒരു സിംഗിൾ ഡേയിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത്. നിങ്ങൾ ആ റിട്ടേൺ നിങ്ങൾ ആനുവലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് അത് 365 ഡേയ്സ് ഉള്ള ഒരു ഇയറിലേക്ക് നിങ്ങൾ കണക്കാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1825%. മനസ്സിലായോ? അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ ഒരു ബാങ്കിൽ FD ഇട്ട് കഴിഞ്ഞാൽ, അതായത് ഒരു കൊല്ലത്തേക്ക് നിങ്ങൾ 10,000 രൂപ ഒരു കൊല്ലത്തേക്ക് നിങ്ങൾ FD ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ലെസ് ദാൻ 10%. അതായത് 365 ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ റിട്ടേൺ എന്ന് പറയുന്നത് 1000-ൽ താഴെയാണ്. ആ സ്ഥാനത്ത് നിങ്ങൾക്ക് 10,000 രൂപ ക്യാപിറ്റലിൽ ഓപ്ഷൻ ബൈങ്ങിൽ നിങ്ങൾക്ക് ഒരു ദിവസം 500 രൂപ ലാഭം കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം കിട്ടിയിരിക്കുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 1825%. അതായത് FDയിൽ കിട്ടിയിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത്, ഒരു വർഷത്തെ റേറ്റ് എന്ന് പറയുന്നത് 10% താഴെ ആയിരിക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് 1825% റിട്ടേൺ നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് കിട്ടി. പക്ഷെ നമുക്കുള്ളൊരു കുഴപ്പം, നമുക്കിത് പോരാ. കാരണം നമ്മളെപ്പോഴും ഈ നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രോഫിറ്റിന് നമ്മളൊരു ഫിക്സഡ് എമൗണ്ട് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം. കാരണം നമുക്ക് ചിലപ്പം പല ആൾക്കാർക്കും എനിക്കിപ്പോ ഇന്നത്തെ ദിവസം എനിക്ക് ഇത്ര രൂപ ചെലവുണ്ട്, അല്ലെങ്കിൽ നാളെ എനിക്കൊരു EMI പേയ്മെന്റ് വരുന്നു. അപ്പൊ എനിക്ക് ആ എമൗണ്ട് എനിക്ക് കിട്ടണം. അപ്പൊ നമ്മൾ ഒരിക്കലും നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റലിന്റെ വലുപ്പമോ ചെറുപ്പമോ നമ്മൾ ആരും നോക്കാറില്ല. അപ്പം ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും യൂട്യൂബിനകത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ, അല്ലെങ്കിൽ അവരുടെയൊക്കെ P&L അക്കൗണ്ട് കാണുമ്പോഴത്തേനും അവർ ഒരു ദിവസം ഇത്ര പ്രോഫിറ്റ് ഉണ്ടാക്കി. അപ്പം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുന്നില്ല, അവർ അത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് അവർ ഡിപ്ലോയ് ചെയ്ത ക്യാപിറ്റൽ എത്രയാണെന്നുള്ളത് ആരെങ്കിലും നിങ്ങൾ യൂട്യൂബിൽ കാണുമ്പോഴത്തേനും അവരാരെങ്കിലും റിവീൽ ചെയ്യാറുണ്ടോ? അവരാരും റിവീൽ ചെയ്യാറില്ല. കാരണം അവരുടെ ലക്ഷങ്ങൾ ക്യാപിറ്റൽ വെച്ചിട്ടായിരിക്കും ആ ഒരു പ്രോഫിറ്റ് അവരുണ്ടാക്കിയിരിക്കുന്നത്. അല്ലാതെ ഒരിക്കലും അത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റത്തില്ല.
അപ്പൊ നമ്മൾ തന്നെ എടുക്കും, നമ്മൾ ഒരു ലോട്ട് വെച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇത്രയും റിട്ടേൺ, അതായത് 500 രൂപ എന്ന് പറയുമ്പോഴത്തേനും 5% റിട്ടേൺ ആണ്, നമുക്ക് മനസ്സിലായല്ലോ. അപ്പം അത് ആനുവലൈസ് ചെയ്യുമ്പോഴത്തേനും 1825% റിട്ടേൺ ഉണ്ട്. അപ്പം ഈ രീതിയിൽ നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്യാപിറ്റൽ വെച്ച് നോക്കുമ്പോഴത്തേനും നല്ലൊരു ഹ്യൂജ് റിട്ടേൺ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം അത് കണ്ട് നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുക. അപ്പൊ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് 10,000 രൂപ ഡേ 1 നിങ്ങളിൽ ക്യാപിറ്റൽ ഉണ്ടായിരുന്നു, അന്ന് ഒരു ലോട്ട് ട്രേഡ് ചെയ്ത് 500 രൂപ പ്രോഫിറ്റ് കിട്ടി. അത് എൻഡ് ഓഫ് ദി ഡേയിൽ ക്യാപിറ്റൽ 10,500 രൂപയായി. അപ്പൊ നമ്മൾ ഇത്ര രൂപ പ്രോഫിറ്റ് കിട്ടി കഴിയുമ്പോൾ നമ്മൾ അന്നത്തെ ദിവസം നമ്മൾ ട്രേഡിങ് നിർത്തുക. കാരണം നമ്മൾ വീണ്ടും അടുത്ത ട്രേഡിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഈ ഉണ്ടാക്കിയ പൈസയും കൂടെ പോകും. അതുകൂടാതെ വീണ്ടും അടുത്ത ട്രേഡ് ലോസ് വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ക്യാപിറ്റലിനകത്ത് കുറവ് വരും. അപ്പം നമ്മുടെ എൻഡ് ഓഫ് ദി ഡേയിൽ 500 രൂപ പ്രോഫിറ്റ് കിട്ടി കഴിയുമ്പോഴത്തേനും എൻഡ് ഓഫ് ദി ഡേയിൽ 16,500 രൂപ നമുക്ക് ക്യാപിറ്റൽ നമ്മുടെ ആയിട്ട് വർദ്ധിച്ചു. അടുത്ത ദിവസം നമ്മൾ ട്രേഡിംഗിൽ ഇരിക്കുന്നത് 10,500 രൂപയുടെ ക്യാപിറ്റലുമായിട്ടാണ്. അന്ന് നമുക്ക് 300 രൂപയുടെ ലോസ് ഉണ്ടായെന്ന് വിചാരിക്കുക. ഇപ്പൊ 300 രൂപയുടെ ലോസ് എന്ന് പറയുമ്പോഴത്തേനും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇതൊരു ചെറിയ എമൗണ്ട് ആയിട്ട് തോന്നും. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാപിറ്റലിന്റെ 1042% നിങ്ങൾ അവിടെ ഒരു ഇയർലി ടേമിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾ അവിടെ വൈപ്പ് ഔട്ട് ചെയ്യുവാണ്. അതായത് 300 രൂപ വെച്ചിട്ട് എല്ലാ ദിവസവും ലോസ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ ക്യാപിറ്റലിന് 1042% നമുക്ക് ലോസ് വരുന്നത് ഒരു വർഷം കൊണ്ട്. അപ്പം പെർ ഡേ ലോസ് നമുക്ക് 2.86 ഉള്ളൂ. അപ്പൊ നമുക്ക് മാനേജബിൾ ആയിട്ടുള്ള ലോസ് ആണ്. അപ്പൊ നമ്മുടെ 10,500 ക്യാപിറ്റൽ എന്നുള്ളത് അന്ന് എൻഡ് ഓഫ് ദി ഡേയിൽ 10,200 ആയിട്ട് മാറി. അടുത്ത ദിവസം ഈ പറഞ്ഞ പോലെ 10,200 നമ്മൾ തുടക്കത്തിൽ ക്യാപിറ്റൽ അന്നത്തെ ദിവസം നമുക്ക് 400 രൂപ പ്രോഫിറ്റ് കിട്ടി. അത് 3.92% ആണ് പെർ ഡേ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഞാനിപ്പം ഒരു 10 ദിവസത്തെ ഒരു എക്സാമ്പിൾ ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പം 10 ദിവസത്തിനകത്ത് 2 ദിവസം നമുക്ക് 300ഉം 250 വെച്ചിട്ട് 2 ദിവസം ലോസ് ഉണ്ടായി. ബാക്കിയുള്ള 8 ദിവസം പ്രോഫിറ്റ് ആണെന്നുള്ള അസംഷനിലാണ് ഞാൻ ജസ്റ്റ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇതൊരു കണക്ക് മാത്രമേ ഉള്ളൂ. അപ്പം ഈ 10 ദിവസം കൊണ്ട് നമ്മുടെ ക്യാപിറ്റലിൽ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടിയിരിക്കുന്ന 15,700 രൂപ. അതായത് നമ്മുടെ തുടക്കത്തിലെ ക്യാപിറ്റൽ 10,000 ആയിരുന്നെങ്കിൽ 10ാം ദിവസം നമ്മൾ ട്രേഡിങ് കഴിഞ്ഞപ്പോഴത്തേനും 12,700, അതായത് 2,700 രൂപ നമ്മുടെ ക്യാപിറ്റലിനകത്ത് വർധനമുണ്ടായി 10 ദിവസം കൊണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, 10 ദിവസം കൊണ്ട് നമുക്ക് 2,700 രൂപ നമ്മുടെ 10,000 രൂപ ക്യാപിറ്റലിൽ നമുക്ക് ഇൻക്രീസ് ഉണ്ടായെങ്കിൽ 10 ദിവസം കൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 27% റിട്ടേൺ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, അല്ലെ? അപ്പം ഇത് ആനുവലി നോക്കുമ്പോൾ നിങ്ങൾ നോക്കുക എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കുക. അപ്പം നല്ലൊരു ഹ്യൂജ് പ്രോഫിറ്റ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇതാണ് നിങ്ങൾ ഒരു ഫിക്സ്ഡ് എമൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റിന് നിങ്ങൾ അനലൈസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാപിറ്റലിൽ നിങ്ങൾക്ക് അത് മൾട്ടിപ്പിൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ രീതിയിൽ അതായത് നിങ്ങൾക്ക് ഒരു ഇത്ര പെർസെന്റേജ് പ്രോഫിറ്റ് കിട്ടിയെങ്കിൽ നിങ്ങൾ അന്നത്തെ ദിവസം നിങ്ങൾ ട്രേഡിംഗ് നിർത്തുക. കാരണം വീണ്ടും അടുത്ത ട്രേഡിങ്ങിന് പോയി കഴിയുമ്പോഴത്തേനും അത് വീണ്ടും ലോസിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമ്മൾ ഇതൊരു കുറച്ച് ക്ഷമയോടെ നമ്മൾ ഒരു മനസ്സിനൊരു നിയന്ത്രണത്തോടെ നമ്മൾ ട്രേഡ് ചെയ്ത് നോക്കിക്കുക. അതായത് നമ്മൾ 10 ദിവസം കൊണ്ട് നമ്മുടെ ക്യാപിറ്റൽ ഈ ഒരു ചെറിയ പെർസെന്റേജ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ക്യാപിറ്റൽ നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതൊരു 20 ദിവസം ആകുമ്പോഴത്തേനും ഈ പറഞ്ഞ പോലെ 5,000 രൂപയായി, അല്ലെങ്കിൽ 30. അപ്പം ഒരു 1-2 മാസം കൊണ്ട് ഈ ഒരു രീതിയിൽ, അതായത് ഈ ഒരു ചെറിയ പെർസെന്റേജ് റിട്ടേൺ വെച്ചിട്ട് മാത്രം നിങ്ങൾ കണക്കാക്കി നിങ്ങളുടെ പ്രോഫിറ്റിനെ നിങ്ങൾ അക്യുമുലേറ്റ് ചെയ്യുവാണെങ്കിൽ ഒരു 30 ദിവസം അല്ല 2 മാസം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ക്യാപിറ്റല് നിങ്ങൾക്ക് 10,000 എന്നുള്ളത് നിങ്ങൾക്ക് 20,000 ആക്കാൻ പറ്റും. അതായത് ഇത് 20,000 ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അതായത് 20,000 എന്നുള്ള ക്യാപിറ്റലിൽ അന്ന് ഈ പറഞ്ഞ പോലെ 500 രൂപയുടെ പ്രോഫിറ്റ് കിട്ടി. അത് 20,500 ആയി. അപ്പം അത് കഴിഞ്ഞിട്ട് 10 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വീണ്ടും അത് 22,700 ആയി, അല്ലെ? അതായത് നമ്മുടെ 10,000 രൂപയുടെ ക്യാപിറ്റൽ നമ്മൾ ഡേ 1 തുടങ്ങി, അത് ഒരു 2 മാസം കൊണ്ട് നമുക്ക് 20,000 ആയി. അപ്പം ഞാൻ ഇങ്ങനെ നിങ്ങൾ നോക്കുമ്പോഴത്തേനും ഒരു വർഷം കൊണ്ട് നിങ്ങളുടെ തുടക്കത്തിലെ ക്യാപിറ്റൽ 10,000 എന്നുള്ളത് ചിലപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ പ്രോഫിറ്റിന് നിങ്ങൾ കണക്കാക്കുന്ന രീതി നിങ്ങൾ മാറ്റി കഴിഞ്ഞാൽ ഒരു 365 ഡേയ്സ് അല്ലെങ്കിൽ 1 ഇയർ കഴിയുമ്പോഴത്തേനും ഈ ജസ്റ്റ് 10,000 എന്നുള്ള ക്യാപിറ്റൽ ചിലപ്പം 2, 3, 4 ഇരട്ടിയായിട്ട് വർദ്ധിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ പ്രൊവൈഡഡ് നമുക്ക് കിട്ടുന്ന ലാഭത്തിന് നമ്മൾ പെർസെന്റേജ് വൈസ് ആയിട്ട് നമ്മൾ കണക്കാക്കാൻ നമ്മൾ ശീലിച്ചേ പറ്റുള്ളൂ. ഇതിനകത്ത് ഇത് ഇങ്ങനെ അല്ലാതെ വേറൊരു നിവൃത്തിയില്ല. കാരണം ഇങ്ങനെ തന്നെയാണ് ഇത് കാണേണ്ടത്. അല്ലാതെ ഒരിക്കലും നമ്മൾ ഒരു എമൗണ്ട് ആയിട്ട്, അതായത് എനിക്കിപ്പോ ഇന്നത്തെ ദിവസം എനിക്ക് ഇത്ര രൂപയുടെ ആവശ്യമുണ്ട്, അപ്പം അത്രയും രൂപ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്. കാരണം നിങ്ങളുടെ കയ്യിലുള്ള ക്യാപിറ്റലിനെ പറ്റി നിങ്ങൾക്ക് ഒരു ബോധ്യം ഇല്ല എങ്കിൽ
ഒരിക്കലും നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് നിങ്ങൾക്ക് ഒരിക്കലും തികയത്തില്ല ഒരിക്കലും. കാരണം നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ന്യായമായിട്ടുള്ള പ്രോഫിറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ആ പ്രോഫിറ്റിനെ നിങ്ങൾ പെർസെൻറ്റേജ് ടേംസ് അനലൈസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ നിങ്ങളുടെ ക്യാപിറ്റൽ നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ തുടക്കക്കാരനാണെങ്കിൽ, ട്രേഡിംഗിൽ തുടക്കക്കാരനാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ലോസ് മേക്കിംഗ് ട്രേഡർ ആണെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ ട്രേഡിംഗ് കരിയറിൽ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു മാറ്റം നിങ്ങൾ വരുത്തിയേ പറ്റുള്ളൂ. അല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ക്യാപിറ്റൽ നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഇനി രണ്ടാമത് വേറൊരു കാര്യം, ഈ പ്രോഫിറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം കൂടെ എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. അതായത് നിങ്ങൾക്ക് ഒരു ട്രേഡ് എടുത്തു, അതിനകത്ത് ഒരു 1000 രൂപ ലോസ് വന്നു, പോട്ടെ. അപ്പം ഫസ്റ്റ് ട്രേഡിൽ 1000 രൂപ ലോസ് വന്നു. രണ്ടാമതൊരു ട്രേഡ് കൂടെ എടുത്തു, സപ്പോസ് ഇപ്പം അത് 1000 രൂപ പ്രോഫിറ്റ് ആണ് എന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഓർഡർ ബുക്കിനകത്ത് പൊസിഷൻസ് നോക്കുമ്പോഴത്തേനും ഇപ്പൊ അതിനെ സംഭവിച്ചിരിക്കുന്നത്, അത് ആദ്യത്തെ ട്രേഡ് 1000 രൂപ ലോസ്, രണ്ടാമത്തെ ട്രേഡ് 1000 രൂപ പ്രോഫിറ്റ്. ഇപ്പൊ നെറ്റ് പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 0 ആണ് നമ്മുടെ പ്രോഫിറ്റ്. നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ 2 ട്രേഡ് എടുത്തു കഴിഞ്ഞു. 2 ട്രേഡ് എടുത്തു കഴിയുമ്പോഴത്തേനും നമ്മുടെ നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് ഇപ്പൊ 0 ആണ്. ഇവിടെയാണ് നമുക്ക് വേറൊരു വലിയൊരു പ്രശ്നമുള്ളത്. അതായത് നമ്മൾ ഈ നെറ്റ് പൊസിഷനിലേക്ക് നമ്മൾ നോക്കുന്നത്, ഇവിടെയാണ് നമുക്കൊരു വലിയ പ്രശ്നം. അതായത് ഈ ഒരു ട്രേഡ് 1ൽ നമുക്ക് 1000 രൂപ ലോസ് വന്നു, ട്രേഡ് 2ൽ 1000 രൂപ ലോസ് 1000 രൂപ പ്രോഫിറ്റ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നെറ്റ് പൊസിഷൻ ഇപ്പം 0 ആണ്. പക്ഷെ നമുക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു എൻഡ് ഓഫ് ദ ഡേ നമുക്ക് ഒരു പ്രോഫിറ്റിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. അതായത് നമ്മുടെ P&L അക്കൗണ്ട് റെഡിൽ കാണുന്നത് നമുക്ക് ഇഷ്ടമല്ല. അപ്പൊ നമ്മൾ ആദ്യത്തെ ട്രേഡിൽ ഉണ്ടായ ലോസ് റിക്കവർ ചെയ്ത് നിൽക്കും. അപ്പം അതായത് നമ്മൾ ഈ ട്രേഡ് ക്ലോസ് ചെയ്തിട്ടില്ല, 1000 രൂപ പ്രോഫിറ്റ് ഇപ്പം ഈ ട്രേഡ് 2ൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് P&L അക്കൗണ്ടിൽ. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ നെറ്റ് പൊസിഷൻ 0 ആണ്. പക്ഷെ നമുക്കിത് പോരാ. കാരണം നമുക്ക് അന്നത്തെ ദിവസം നമ്മുടെ മൈൻഡിൽ ഒരു എമൗണ്ടിനെ പറ്റി ഒരു ധാരണ ഉണ്ടായിരിക്കും, ഇത്ര രൂപ പ്രോഫിറ്റ് വേണം എന്നുള്ളത്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, കാരണം ഈ ഒരു ട്രേഡ് 2വിന് ചിലപ്പം ഈ 1000 രൂപയുടെ പ്രോഫിറ്റിനുള്ള സ്കോപ്പേ കാണത്തുള്ളൂ. പക്ഷെ നമ്മുടെ മൈൻഡിൽ കിടക്കുന്നത് നമ്മുടെ ആദ്യത്തെ ട്രേഡിൽ ഉണ്ടായ 1000 രൂപയുടെ ലോസ് റിക്കവർ ചെയ്യുകയും വേണം, പ്ലസ് നമുക്കൊരു പ്രോഫിറ്റും കൂടെ വേണം എന്നുള്ള ഒരു മെന്റാലിറ്റിയിൽ നമ്മൾ ഇരിക്കുമ്പോഴത്തേനും പലപ്പോഴും പറ്റുന്ന ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ കിട്ടുന്ന 1000 രൂപ നമ്മൾ അവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തില്ല, നമ്മളിങ്ങനെ വെച്ചോണ്ടിരിക്കും. എന്നിട്ട് അവസാനം സംഭവിക്കുന്നത് ഈ 1000 രൂപയും ഈ പറയുന്ന ലോസിലോട്ട് പോകും. അപ്പം എന്നാ സംഭവിച്ചത്, നേരത്തെ ഈ പറഞ്ഞ പോലെ 1000 രൂപ ആദ്യത്തെ ട്രേഡ് ലോസ്, രണ്ടാമത്തെ ട്രേഡിൽ 1000 രൂപ പ്രോഫിറ്റ് കാണിച്ചതാണ്, നമ്മളത് ബുക്ക് ചെയ്തില്ല. കാരണം നമുക്ക് വീണ്ടും പ്രോഫിറ്റ് വേണമായിരുന്നു. അപ്പം അവസാനം സംഭവിച്ചത് എൻഡ് ഓഫ് ദ ഡേയിൽ നമ്മുടെ ലോസ് നമ്മുടെ നോ പ്രോഫിറ്റ് നോ ലോസ് എന്നുള്ള ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ അതിനെ നമ്മൾ ഈ ഒരു 1000 രൂപയുടെ പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് അവസാനം എൻഡ് ഓഫ് ദ ഡേ നമ്മൾ 2000 രൂപ ലോസിലാണ് നമ്മൾ എൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് ഞാനും ഈ ഇങ്ങനെ ഇതുപോലെ തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പം പിന്നീടാണ് എനിക്കത് മനസ്സിലായത്. കാരണം ഇത് ഞാൻ പറഞ്ഞു തരത്തുള്ളൂ. അതായത് ഒരിക്കലും നിങ്ങൾ ഒരു ദിവസം 3-4 ട്രേഡ് എടുക്കുന്ന ആൾക്കാരായിരിക്കും, ആയിക്കോട്ടെ ചെയ്തോ, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ നെറ്റ് പൊസിഷൻ അല്ല നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾ ഓരോ ട്രേഡിനെ നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് വേണം നിങ്ങൾ അനലൈസ് ചെയ്യാനായിട്ട്. ആ കിട്ടുന്ന ഓരോ ട്രേഡിലും കിട്ടുന്ന ലാഭത്തിനെ നമ്മൾ ആ ട്രേഡിന് നമ്മൾ മറ്റുള്ള ട്രേഡുകളിൽ ലോസുമായിട്ട്, അല്ലെങ്കിൽ മറ്റുള്ള ട്രേഡിൽ ഉണ്ടായ ലോസിനെ റിക്കവർ ചെയ്യാനായിട്ടുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ടാണ് നിങ്ങൾ അടുത്ത ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ആ ട്രേഡിൽ കിട്ടുന്ന പ്രോഫിറ്റ് നിങ്ങൾക്ക് പോരാതെ വരും. അപ്പൊ അതുകൊണ്ട് ആ തെറ്റ് നിങ്ങൾ ആവർത്തിക്കരുത്. അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു ലോസ് ഉണ്ടായി, ഒരു പ്രോഫിറ്റ് ഉണ്ടായി, അന്നത്തെ ദിവസം അത്രയും സ്കോപ്പേ ഉള്ളൂ അന്നത്തെ ദിവസം പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട്. അപ്പം അതുകൊണ്ട് അത് കണക്കാക്കി നിങ്ങൾ അന്നത്തെ ദിവസം നിങ്ങൾ ആ ഒരു നോ പ്രോഫിറ്റ് ലോസ് ആണെങ്കിൽ പോലും അതൊരു ട്രേഡറെ സംബന്ധിച്ച് നല്ലൊരു വിജയമാണ്. കാരണം ഒരു ലൂസിങ് പൊസിഷനിൽ നിങ്ങൾക്ക് അന്നത്തെ ദിവസം നിങ്ങൾക്ക് വലിയൊരു ലോസ് ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു മാർജിനൽ ലോസ്, അല്ലെങ്കിൽ നെറ്റ് പൊസിഷൻ നെറ്റ് ലോസ് അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ഇല്ലാതെ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ തന്നെ അതൊരു വലിയൊരു വിജയമാണ്. അപ്പം ഈ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ട്രേഡുകളെ ദിവസവും പ്ലാൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അതായത് കുറച്ച് നാളത്തെ ഒരു ക്ഷമ വേണം. അപ്പം അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാപിറ്റൽ നിങ്ങൾക്ക് ഒരു 3-4 മാസം കൊണ്ട് ചിലപ്പം 2 ഇരട്ടിയോ 3 ഇരട്ടിയോ ആക്കാൻ പറ്റും. പക്ഷെ പ്രൊവൈഡഡ് ഞാൻ ഈ പറഞ്ഞ പോലെ ആദ്യം പറഞ്ഞൊരു കാര്യം, നമ്മൾ എപ്പോഴും നമുക്ക് കിട്ടുന്ന ലാഭത്തിനെ നമ്മൾ ഒരു ഫിക്സ്ഡ് എമൗണ്ട് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യാതെ നമ്മൾ
നിങ്ങൾ ആ ട്രേഡിങ്ങിൽ നിങ്ങൾ ഡിപ്ലോയ് ചെയ്തിരിക്കുന്ന ക്യാപിറ്റൽ, അത് നിങ്ങളുടെ കയ്യിലുള്ള പൈസയല്ല, നിങ്ങൾ ആ ഒരു പർട്ടിക്കുലർ ട്രേഡിന് നിങ്ങൾ ഡിപ്ലോയ് ചെയ്ത ഉപയോഗിച്ച ക്യാപിറ്റലിന് എത്ര ശതമാനമാണ് നിങ്ങൾക്ക് റിട്ടേൺ കിട്ടിയെന്ന് നിങ്ങൾ കണക്കാക്കി വേണം നിങ്ങൾ ആ ട്രേഡിൽ നിന്ന് നിങ്ങൾ എക്സിറ്റ് ചെയ്യാനായിട്ട്. അല്ലാതെ വെച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ക്യാപിറ്റൽ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് ഈ ആദ്യം പറഞ്ഞ ആ കാര്യം, അതുപോലെ നെറ്റ് പൊസിഷൻ നോക്കാതെ ഓരോ ട്രേഡിലും നിങ്ങൾക്ക് കിട്ടിയ ലാഭം, ആ കിട്ടിയിരിക്കുന്ന ലാഭം ആ ട്രേഡിൽ ഉപയോഗിച്ചിരിക്കുന്ന ക്യാപിറ്റൽ വെച്ച് നോക്കുമ്പോഴത്തേനും ആ പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത് ന്യായമാണെങ്കിൽ അത് ആ പ്രോഫിറ്റ് നിങ്ങൾ എടുത്തോണ്ട് നിങ്ങൾ ബുക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ എക്സിറ്റ് ചെയ്യൂ. അല്ലാതെ നേരത്തെ ഉണ്ടാക്കിയ ഒരു ലോസിനെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കിട്ടുന്ന പ്രോഫിറ്റ് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് പോരാതെ വരും. അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെ തെറ്റുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യുക. ഇപ്പൊ പുതിയ ട്രേഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ ട്രേഡിങ്ങിൽ നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.